വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ രണ്ട് പിള്ളേരെ വിട്ടുകൊണ്ടുള്ള എൻ്റെ സെൽഫ് കെയർ വീഡിയോ ആണ്. അതായത് നമുക്ക് എങ്ങനെ ഈ രണ്ട് പിള്ളേരെ ഇട്ടുകൊണ്ട് നമ്മുടെ മുഖത്ത് വന്ന ടാനിങ് എല്ലാം മാറ്റാം, നമ്മുടെ കയ്യിൽ വന്ന് ഡീപ്പ് ടാൻസ് എല്ലാം എങ്ങനെ മാറ്റാം എന്നുള്ള മോട്ടിവേഷണൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത്. എന്താണ് ഹസു? മോട്ടിവേഷണൽ വീഡിയോ. അപ്പോൾ നമുക്ക് ഇതിനെ ഇട്ടിട്ട് എങ്ങനെ നല്ലൊരു സെൽഫ് കെയർ വീഡിയോ ചെയ്യാമെന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഈസ് ഇതിനെ നമ്മൾ ഉറക്കി കിടത്തുക. ഇതിനെ പാല് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഉറക്കി കിടത്തുക. ആദ്യം തന്നെ ആവി പിടിക്കാമെന്ന് വിചാരിച്ച് ഒരു കുഞ്ഞു കലം എടുത്ത് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ ഇടാം. ഔഷധപ്രദമായ എന്തെങ്കിലും ഇടണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ കൊട്ട വെയിലത്ത് ആ കാണുന്ന പേരയില പറിക്കണം. ടാനിങ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? വെയിലത്തിറങ്ങി പേരയില പറിച്ച് സ്റ്റീം ചെയ്യണം. ഇത് മതിയാകും, രണ്ടില മതിയാകുമല്ലേ? ഒരെണ്ണം കൂടി പറിക്കാം. ഓക്കെ, ഒട്ടും വെയിലില്ല ഗൈസ്. നമ്മൾ ഇല പറിച്ചിട്ടുണ്ട്, ഇനി ഇല ഉണ്ട്. ഈ ഇല ഞാൻ കീറി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മളിനി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഒന്ന് വെറുതെ മിക്സ് ചെയ്യുന്നു, ഒരാവശ്യമില്ല, മിക്സ് ചെയ്യുന്നു, ഇത് അടച്ചാക്കുന്നു. സെൽഫ് കെയർ ആയതുകൊണ്ട് നമ്മളെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമ്മളെ ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പി ആകണം. നമുക്ക് നൽകുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ ഹാപ്പി ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിള്ളേരൊക്കെ ആ റൂമിൻ്റെ അകത്ത് ആണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പിള്ളേരൊക്കെ റൂമിൻ്റെ അകത്താണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യണം. അതായത് നമ്മൾ വല്ല ചോക്ലേറ്റോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ വായിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹാപ്പി ആവും. അത് നമ്മുടെ സെൽഫ് കെയറിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് വല്ലതുകൊണ്ടാണ് തപ്പാം. സ്മാൽക്കിസ്റ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, അതെനിക്കിപ്പോൾ വേണ്ട. നമ്മളിപ്പോൾ നോക്കുന്നത് ചോക്ലേറ്റ് ആണ്. അങ്ങനെ തപ്പുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് കിട്ടും. ഒരു കിറ്റ്കാറ്റ് ഇരിപ്പുണ്ട്, അത് നമ്മൾക്ക് എങ്ങനെയെങ്കിലും പുറത്തെടുക്കാം. അങ്ങനെ അതാ ഫ്രിഡ്ജിൽ മിഠായി തപ്പിക്കൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ കലത്തിൽ നിന്ന് ആവി വറക്കാൻ തുടങ്ങി. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണ്ടേ? അത് എവിടെയെങ്കിലും കൊണ്ട് സ്ഥാപിച്ചിട്ട് നമുക്ക് ആവി പിടിക്കാൻ വേണ്ടി ആരംഭിക്കാം. സെൽഫ് കെയർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു മിഠായി എടുത്തിട്ടുണ്ട്. മിഠായല്ല, ഇത് ഓട്ട് മീൽ സ്റ്റിക്കറാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കിറ്റ്കാറ്റൊന്നും എടുക്കാൻ നിന്നില്ല. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് സെൽഫ് കെയർ തുടങ്ങാം. നല്ല ചൂടുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂട്. ഈ സാധനം ഞാൻ മുന്നേ തിന്നാത്തോണ്ടിട്ട് ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ വെറുതെ എടുത്ത് പൊട്ടിച്ചതാണ്. പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഓട്സ് പഞ്ചസാരയിൽ കുറുക്കി സ്റ്റിക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ടിട്ട് ഞാൻ തിന്നേണ്ടി വരുമല്ലോ. അങ്ങനെ ഞാനത് തിന്നു. പിന്നെ ഞാൻ നേരത്തെ യൂസ് ചെയ്ത ഫേസ് പാക്ക് ബാക്കി ഫ്രിഡ്ജിലിരിക്കുന്നത് കൊണ്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് തേൻ, കുറച്ച് തൈര് കൂടി ചേർത്ത് ഞാൻ ഒന്നും കൂടി ഫേസ് പാക്ക് ആക്കി വീണ്ടും ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചിട്ട് ഞാൻ ആവി പിടിക്കാൻ തുടങ്ങി. ആവി പിടിക്കുമ്പോൾ അകത്തെ കാഴ്ച കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആത്മാർത്ഥത കാരണം ഫോൺ എടുത്ത് ഉള്ളിൽ വെച്ച് ആവി പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ കാണിച്ചു തന്നു. ആവി മുഖത്തോട്ടടിച്ചിട്ട് കണ്ണു പോലും തുറക്കാൻ വയ്യ. അങ്ങനെ ഞാൻ ആവിയൊക്കെ പിടിച്ച് കഴിഞ്ഞ് ദാഹിത പൊങ്ങി വന്നിട്ടുണ്ട്. കൈയെല്ലാം വേർത്തിട്ടുണ്ട്. ഞാൻ മൊത്തവും വേർത്ത് എല്ലായിടത്തും നന്നായിട്ട് ആവി പിടിച്ച് രണ്ടായി ആവി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട്, സ്ക്രബ് ചെയ്യാനാണ് നിൽക്കുന്നില്ല, ഞാൻ വീക്ക്ലി വൺസാണ് സ്ക്രബ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ ഓൾറെഡി സ്ക്രബ് ചെയ്തായിരുന്നു. ഇതിപ്പോൾ ഒന്ന് ഒരു ഇളം തണുത്ത വെള്ളത്തിലൊന്ന് കഴുകുക.
ഇളം തണുത്ത വെള്ളം, നല്ല തണുത്ത വെള്ളമല്ല. എന്നിട്ട് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കഴുകിക്കളയാം. അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകി, മുഖമൊക്കെ തുടച്ച് ഫേസ് പാക്ക് എടുത്തുകൊണ്ട് വന്ന് അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് വല്ലാതെ അങ്ങ് വെള്ളമായിപ്പോയിന്ന്. പിന്നെ സാരമില്ല, അതെൻ്റെ മുഖത്താണല്ലോ തേക്കുന്നത്, കുഴപ്പമില്ല, തേച്ചാലും അത് കഴുകി കളയാനുള്ളതാണല്ലോ. അങ്ങനെ അതെടുത്ത് ഞാൻ മുഖത്തും തേച്ച്, കഴുത്തിലും തേച്ച്, കഴുത്തിൻ്റെ ബാക്കിലും തേച്ച്. ഇതെല്ലാം നമ്മുടെ തന്നെയാണ്. നമ്മൾ മുഖം മാത്രം തേച്ച് കഴുത്തും ബാക്കും എല്ലാം നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയാറുണ്ട് പലപ്പോഴും. അത് ശരിയല്ല. കാരണം തേച്ച് വരുമ്പോൾ മുഖം മാത്രം വെളുത്തവും കഴുത്തെല്ലാം കറുത്തിരിക്കും, വേറെ വേറെ ആയി പോകും. അതുകൊണ്ട് അങ്ങനെ കയ്യിലും തേച്ച് കുറച്ച് നേരം ഞാൻ വെറുതെ ഇരുന്ന്. ഞങ്ങളെല്ലാവരും ഒരേ മുറിയിലായിരിക്കുന്നത്. ആര്? ഞാനും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ 2 പിള്ളേരും എല്ലാവരും കൂടി AC ഇട്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് അങ്ങ് കരയാൻ തുടങ്ങി. കരച്ചിലായപ്പോഴേക്കും ഞാൻ വിചാരിച്ച് ദൈവമേ ഇതെല്ലാം ഇപ്പം തന്നെ കഴുകിക്കളയേണ്ടി വരുമെന്ന്. പക്ഷെ അമ്മ ശ്രമിച്ചിട്ടും കുട്ടി കരച്ചിൽ നിൽക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അമ്മ പറഞ്ഞു ഞാൻ തൊട്ടിൽ കൊണ്ടിട്ട് ആട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അമ്മ വീഡിയോ ഓണാണേ, അമ്മ നടക്കുമ്പോൾ കുറച്ച് നന്നായിട്ടൊക്കെ നടന്ന് പോണേന്ന് പറഞ്ഞപ്പോഴേക്കും മുന്നോട്ട് വന്ന അമ്മ അതേപടി പിന്നോട്ട് പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു എന്നെ ഇതിലൊന്നും ഷൂട്ട് ചെയ്യരുത്, എനിക്കിഷ്ടമല്ല ഇങ്ങനെയൊക്കെയെന്ന്. എന്തുകൊണ്ടാണ്? ഒരുങ്ങിയിട്ടില്ല, അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ വാതിൽ തുറന്നു കൊടുത്ത് ഒരൊറ്റ പോക്കായിരുന്നു, തിരിഞ്ഞു പോലും നോക്കാതെ. ഈ പാക്കാണെങ്കിൽ നല്ല എഫക്റ്റീവാണ്. ഇത് കുറച്ച് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെക്കാൻ. അങ്ങനെ ഞാൻ സമാധാനമായിട്ട് ഇരുന്ന് അമ്മച്ചി ഇനി ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും എന്ന് വിചാരിച്ച്. അപ്പോഴാണ് മൂത്ത കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞത് ബേബി അവിടെ കരയണമെന്ന്. അങ്ങനെ ഞാൻ നേരെ അവൻ്റെ അടുത്തോട്ട് പോയപ്പോൾ അമ്മ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അവൻ ഇച്ചിരി പൊടിപ്പാൽ കലക്കി എടുക്കുമെന്ന് പറഞ്ഞ്. അവൻ ചിലപ്പോൾ വിശന്നിട്ടായിരിക്കും കരയുന്നതെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് പൊടിപ്പാലെടുത്ത് കലക്കി കൊടുത്ത്. പൊടിപ്പാൽ കലക്കണമെങ്കിൽ നമ്മുടെ കൈ ആദ്യം കഴുകണം. അങ്ങനെ എൻ്റെ കയ്യിലെ കുറച്ച് ഭാഗം ഞാൻ കഴുകി കളഞ്ഞിട്ടാണ് ഞാൻ പാല് കലക്കിയത്. പാല് കലക്കി അവന് കൊടുത്തപ്പോഴേക്കും അവൻ ആദ്യമൊക്കെ മടമടാന്ന് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പാവം വിശന്നിട്ടായിരിക്കും, എന്ത് ദുഷ്ടയായ അമ്മയാണ് ഞാൻ. അങ്ങനെ അവൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്ത കുട്ടി ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞു യെസ്, അവൾ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അവളങ്ങനെ അതും വെച്ചിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അവൻ പാല് കുടിച്ചോളും എന്ന് വിചാരിച്ച് സമാധാനമായിട്ട് വീണ്ടും റൂമിലോട്ട് തിരിച്ചു വന്ന് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളാണ് ഇനി നിങ്ങൾ കാണുന്നത്. 10 മിനിറ്റ് പോയിട്ട് 10 സെക്കൻഡ് പോലെ എനിക്ക് ആ പാക്ക് ഇട്ടിട്ടിരിക്കാൻ പറ്റിയിട്ടില്ല. പിള്ളേരിട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഞാൻ സക്സസ്ഫുള്ളായിട്ട് തെളിയിച്ചിരിക്കുന്നു. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഫുള്ള് ഇതാ കഴുകി കളഞ്ഞ്. ഇവൻ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി. പിന്നെ കാണാം. അതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇനി ആരെങ്കിലും എന്നെ മോട്ടിവേറ്റ് ചെയ്താലേ എനിക്കിനി സ്കിൻ കെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്കിനി ആരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇതിലൊരു ഫെയിലിയർ ആണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എൻ്റെ കൈ വേറെ കളറ്, മുഖം വേറെ കളറ്, ടാൻ അടിച്ചിട്ടാണെങ്കിൽ കൈയൊക്കെ വേറെ ലെവൽ കളറാണ്. ഇനി ഇത് എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അവന് സുഖമായിട്ട് ഇനി ഉറക്കാം. അവനെന്നെ ഒന്ന് കിട്ടിയാൽ മാത്രം മതിയായിരുന്നു. ഇതോടെ ഞാൻ എൻ്റെ പരിപാടി നിർത്തി. എൻ്റെ മോട്ടിവേഷൻ ഞാനിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. പിള്ളേരെ കരയിപ്പിച്ചിട്ടുള്ള മോട്ടിവേഷൻ ഇനിയില്ല. അത് കഴിഞ്ഞ് ഒരു കുളിയും പാസ്സാക്കി തിരിച്ചു വന്ന് വീണ്ടും കുട്ടിയെ ഞാൻ ഉറക്കാൻ തുടങ്ങി. കുട്ടിയുടെ അടുത്തൊന്നും മാറാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് കുട്ടിയുടെ അടുത്ത് തന്നെ ഇരുന്നു. കാര്യങ്ങൾ ഞാൻ വിചാരിച്ചപ്പോൾ ഓരോന്നും നടന്നില്ല. നമുക്ക് പാരൻസ് ഉണ്ട്, പാരൻസ് പിള്ളേരെ നോക്കുന്നതിനൊരു ലിമിറ്റുണ്ട്. നടന്നില്ല ഗൈസ്. ഞാൻ എന്ത് പറയാനാണ്? ഇതിൽ കൂടുതൽ ഞാൻ എന്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഉണ്ടാക്കാനാണ്? ഒന്നും നടന്നില്ല. 10 മിനിറ്റ് ഇരിക്കേണ്ടതിന് പകരം ഞാൻ 5 മിനിറ്റായിരുന്നത്. അപ്പോഴേ ഇവ കരച്ചിൽ തുടങ്ങി. പിന്നെ അത് സ്ക്രബ് ചെയ്ത് ഒന്ന് ഇങ്ങനെ കഴുകിക്കളയണമായിരുന്നു. അതിനൊന്നും എനിക്ക് പറ്റില്ല. വെള്ളം ഒഴിക്കുക, കഴുകുക, ഓടി വരിക, ഇവരെടുക്കുക, പാൽ കൊടുക്കുക, ഇതായിരുന്നു. സക്സസ്ഫുള്ളി ഫെയിൽഡ്. ദി എൻഡ്.